ഉമ്മ മരിച്ചു എന്ന് കേൾക്കുന്ന ഒരു ഫോൺ കോള് നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന ഒരു ദിവസമാണത്. അതൊരു വല്ലാത്ത ദിവസമാണത്. ഉമ്മ മരിച്ചു എന്നുള്ളൊരു ഫോൺ കോള്. സാറ് വന്നിട്ട് പറയണം, മോളെ ഉമ്മക്ക് എന്തൊരു അസുഖമുണ്ട്, എന്തോ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, മോളൊന്ന് ചെല്ലണമെന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരു വാഹനത്തിൽ കയറി ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഉള്ളിൻ്റെ ഉള്ളിൽ പിടക്കുകയാണ്. നമ്മൾ പറയുന്നറിയോ, പഠിച്ചോനെ എൻ്റെ ഉമ്മച്ചിക്ക് ഒന്നും വരരുതെന്ന് പറയും. വീട്ടിലേക്ക് ഹോസ്പിറ്റലാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത് വീട്ടിലേക്കാണ്. അവിടെ പിന്നെ വീടിൻ്റെ മുറ്റം നിറയെ ആളുകളാണ്. വീട്ടിൻ്റെ ഉള്ളിൽ 2 പലകളുള്ള കട്ടിലിൻ്റെ മുകളിൽ വെള്ള തുണി വിരിച്ച് കിടത്തുന്ന പ്രിയപ്പെട്ട ഉമ്മാനെ കാണുന്ന ഒരു ദിവസമുണ്ട്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നിങ്ങൾ അവിടത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇച്ചാത്ത ആ മയ്യത്തിനോട് ചേർന്ന് നിന്ന് കരയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട ബ്രദർ, നമ്മുടെ സഹോദരൻ അവിടുന്ന് കരയാണ്. ഇതൊക്കെ കണ്ടിട്ട് ബേജാറായിട്ട് നമ്മൾ ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നതെന്നറിയോ, എൻ്റെ ഉമ്മച്ചി മരിച്ചോ എന്ന് ചോദിക്കുകയാണ്. അവിടെ മുട്ടുകുത്തിയിരുന്ന് അവിടുന്ന് മുഖത്തുനിന്ന് മാറ്റിത്തരുന്ന തുണി മാറ്റി നെറ്റിത്തടത്തിലൊരു മുത്തം വെക്കുമ്പോൾ ഓർമ്മ വരും ഇന്നലകളിൽ പറഞ്ഞ ഓരോ വാക്കുകളും, അവരോട് ചെയ്ത ഓരോ കർമ്മങ്ങളും മനസ്സിലേക്ക് ഓർമ്മ വരും, മനസാക്ഷി കുത്തുവരും. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, അല്ലാഹുവേ തിരുത്താൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, മാപ്പ് ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയും സങ്കടവും അവിടെയാണ് വരിക. കണ്ണ് നഷ്ടപ്പെട്ടിട്ട് അവിടെയേ കണ്ണിൻ്റെ വില അറിയുള്ളൂ. കാല് നഷ്ടപ്പെടുമ്പോഴേ കാലിൻ്റെ വില അറിയുള്ളൂ. ഉമ്മ നഷ്ടപ്പെടുമ്പോഴേ ഉമ്മൻ്റെ വില അറിയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വീട്ടിലേക്ക് കയറി വന്നാൽ ആദ്യം വിളിക്കുന്ന പേരതെന്നറിയോ, ഉമ്മ എന്നാണ് നമ്മൾ വിളിക്കുക. നമ്മുടെ ഡ്രസ്സ് കാണാതായാൽ ആദ്യം വിളിക്കുന്ന പേരതെന്നറിയോ, ഉമ്മ എന്നാണ് നമ്മൾ വിളിക്കുക. എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തൊരു അനുഭവം എന്നോട് പറയാണ്. അദ്ദേഹം ഒരു ഓർഫനേജിലാണ് പഠിച്ചത്. ഓർഫനേജിൽ അന്ന് പഠിക്കുമ്പോൾ അവിടെ യതീമുകളായ ഓർഫൻ കുട്ടികളും ഉണ്ടാകും, അതേപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളും പഠിച്ചിരുന്ന ഒരു കാലമാണ്. അന്ന് പല പാവപ്പെട്ട മാതാപിതാക്കളുടെ കുട്ടികളും അവിടത്തേക്ക് വരുമ്പോൾ മാതാപിതാക്കളുള്ള രക്ഷിതാക്കളും അത്തരം കുട്ടികളെ കാണാൻ വേണ്ടി ഇടയ്ക്കൊക്കെ വരും. ഇടയ്ക്കൊക്കെ വന്നിട്ട് അവർക്ക് സ്നാക്സും അവരൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരും. ഇതൊക്കെ കണ്ടിട്ട് ഒരു 4 വയസ്സ് 5 വയസ്സുള്ള ഒരു കുട്ടി ആ യതീംഖാനയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറയാണ്, അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അദ്ദേഹം പറയണെന്ന് വെച്ചാൽ ഈ കുട്ടി വന്നിട്ട് അവിടെ മുന്നിലിരിക്കും. ഈ രക്ഷിതാക്കളൊക്കെ വന്നിട്ട് വെള്ളിയാഴ്ച വന്നിട്ട് കുട്ടികളെ കൂട്ടി ചേർത്ത് പിടിക്കുന്നു, നെറ്റിത്തടത്തിൽ മുത്തം വെക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടമാണ്. ഈ കുട്ടിയെ ഏതോ ഒരു അങ്ങാടിയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടിയതാണ് ഈ കുട്ടീനെ. അങ്ങനെ അവസാനം ഈ കുട്ടി എന്താ ചെയ്യുന്നതെന്നറിയോ, അതൊരു വല്ലാത്തൊരു രംഗമാണ്. ഈ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ കുട്ടി അവിടെ ഒരു വലിയൊരു മാവുണ്ട്, മാവിൻ്റെ മുകളിൽ നിന്ന് വീണ ഒരു കമ്പെടുത്തിട്ട് ആ ഓർഫനേജിൻ്റെ മുറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് ആ കമ്പെടുത്തിട്ട് ആ കുട്ടി ഒരു വൃത്തം വരയ്ക്കുകയാണ്. ആ വൃത്തം വരച്ചിട്ട് ആ കുട്ടി ആ വൃത്തത്തിൻ്റെ ഉള്ളിൽ കയറി തൻ്റെ വലത് കൈ നിലത്ത് വെച്ച് അതിലേക്ക് തൻ്റെ തല വെച്ച് ചെരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ വന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സാറ് ആ കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോനെ ഇതെന്താണ്, എന്തിനാ മോനെ ഇവിടെ കിടന്നത്? ആ കുട്ടി പറയുന്ന മറുപടി എന്താ അറിയോ, ഇവരെല്ലാവരും അവരുടെ ഉമ്മപ്പൊക്കെ വന്നിട്ട് അവരെ ചേർത്ത് പിടിച്ച് അവരെ മുത്തഞ്ച് വെക്കുമ്പോൾ, അവരൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ഞാനൊന്ന് ആഗ്രഹിച്ചു പോയി, ഉമ്മൻ്റെ മടിയിലൊന്ന് കിടക്കണമെന്ന്, ഉമ്മൻ്റെ മടിയിലൊന്ന് കിടക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചു പോയി. അങ്ങനെ ഇതെൻ്റെ ഉമ്മയാണ്. ആ വരച്ച വൃത്തത്തെ ഞാനൊരു ഉമ്മയായി കാണാണ്. നിങ്ങൾ നോക്കണം, 5 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ ഉമ്മ നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ വേദന അതെത്രത്തോളം ഉണ്ട് എന്ന് അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില അറിയുള്ളൂ. പ്രിയപ്പെട്ട അനിയത്തിമാരോട് ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താണ്. എന്താ അറിയും, സിംഗിൾ പാരൻ്റുള്ള പല കുടുംബങ്ങളിലും ജീവിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടാകും. വാപ്പ മരിച്ച് ഉമ്മ മാത്രമുള്ള പലരും ഈ കൂട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടാകാം, സാധ്യതയുണ്ട്. നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ, നമ്മുടെ ഉമ്മ 2 റോളാണ് അവിടെ ചെയ്യുന്നത്. പ്രിയപ്പെട്ട ഉപ്പാൻ്റെ റോളും ഉമ്മൻ്റെ റോളും. വലിയ സമ്മർദ്ദത്തിലാണ് അവർ ജീവിക്കുന്നത്. ഒരു ഭർത്താവില്ലാതെ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കാമാതുരമായ കണ്ണുകളുടെ നോട്ടങ്ങൾ അവരെ വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ പഠിപ്പിക്കേണ്ടതിൻ്റെ സാമ്പത്തിക ബാധ്യതയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അവർക്ക് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഷെയർ ചെയ്യാൻ ആരുണ്ടാകില്ല. നമ്മുടെ സൊസൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, ആരെങ്കിലും അങ്ങനെ ഒരാൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു പേടിയാണ്, എന്താണ് ഇവരെ സഹായിക്കേണ്ടി വരുമോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ഇത്തരം ആളുകളൊന്നും കേട്ടുകൊടുക്കില്ല. ഞാൻ പറയുന്നത് എന്താ അറിയോ, പ്രിയപ്പെട്ട അനിയത്തിമാരെ, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പ്രിയപ്പെട്ട ഉമ്മൻ്റെ കൂടെ നിന്നിട്ട് അവർക്ക് ശക്തി പകരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നിങ്ങളെ കൂടെ ഞങ്ങളില്ലേ, നിങ്ങൾ എന്തിനാ വേദനിക്കുന്നത് എന്ന് ചോദിച്ച് സ്കഫോൾഡിങ് അവർ തിരിച്ചു തരുന്നത്, അങ്ങനെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പ്രിയപ്പെട്ട അനിയത്തിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ സങ്കടം പറയുന്ന ഒരുപാട് ഉമ്മമാരുടെ വേദനിക്കുന്ന ഓർമ്മകൾ നമ്മുടെ
മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. അവസാനിപ്പിക്കാൻ ഒരൊറ്റ വാക്കുകൂടെ പറയട്ടെ. ഞാനൊരു ക്യാമ്പസിൽ ക്ലാസ് എടുക്കാൻ പോയി. ക്ലാസ് എടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉമ്മനോട് ഇന്നതൊക്കെ പറയരുത്, ഇന്നതൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് അറിയാം, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ഇൻബോൺ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതാണ്. എന്നാലും ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അനുവാദം ചോദിക്കാതെ പോകരുത്, ഉമ്മയോട് പറയാതെ നിങ്ങൾ പോകരുത്. എവിടെയാണെങ്കിലും എത്ര നേരം വൈകുകയാണെങ്കിലും വീട്ടിൽ വിളിച്ച് ഉമ്മയോട് പറയണം, ഞാൻ ഇത്ര സമയം വൈകും. ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കൈപിടിച്ച് സലാം പറഞ്ഞ് നെറ്റിത്തടത്തിലൊരു മുത്തം കൊടുത്ത് എപ്പോഴും നമ്മുടെ മാതാവുമായി, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുമായി ഒരഭേദ്യമായ ബന്ധമുണ്ടാകും. നിങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും അങ്ങനെ ചെയ്യില്ലേ എന്ന് ചോദിച്ചു. എല്ലാ കുട്ടികളും എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. ഒരു കുട്ടി മാത്രം എഴുന്നേറ്റെന്നില്ല. ആ കുട്ടി അവിടെ ഇരിക്കുകയാണ്, തലതാത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ ഞാൻ ഈ കുട്ടീനെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നീ മാത്രം എന്താണ് ഉമ്മനോട് സലാം പറയണം, ഉമ്മൻ്റെ നെറ്റിയിൽ മുത്തം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ മാത്രം എന്താണ് അവിടെ ഇരുന്നത്, എഴുന്നേറ്റ് നിൽക്കാതിരുന്നത്, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ കണ്ണിന്ന് കണ്ണീര് വരാൻ തുടങ്ങി. ഞാൻ അവൻ്റെ കൈ ചേർത്ത് പിടിച്ചു. മോനെ പറയുമെന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു, ഉസ്താദേ, കയറി ചെല്ലുമ്പോൾ സലാം പറയാൻ, കയറി ചെല്ലുമ്പം മാറിലേക്കൊന്ന് ചേർത്ത് പിടിക്കാൻ, നെറ്റിത്തടത്തിലൊരു മുത്തം തരാൻ എനിക്കൊരു ഉമ്മയില്ല. നമ്മളൊന്ന് ആലോചിച്ചു. അതൊരു വല്ലാത്ത വേദനയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യണം.